ഹായ്, എല്ലാവർക്കും പാൽക്കാരൻ ഡയറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ പുതിയ ആട്ടിൻകൂടിൻ്റെ വിവരങ്ങളാണ്. അപ്പോൾ അത് ഞങ്ങൾ നിർമ്മിക്കാൻ കാരണം എന്താണ്, പിന്നെ അതിൻ്റെ നിർമ്മാണ രീതികൾ എങ്ങനെയൊക്കെയാണ് പോയത്, അങ്ങനെ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന കൂട് എന്ന് പറയുന്നത് മരത്തിൻ്റെയാണ്. അപ്പോൾ അത് കാലപ്പഴക്കൊക്കെ വന്നു. അപ്പോൾ ഈ രാത്രികളിലൊക്കെ പകൽ സമയത്തൊക്കെ ആട് പുറത്താവുമല്ലോ, അപ്പോൾ രാത്രിയാണല്ലോ ആടിനെ നമ്മൾ കൂടിലാക്കുക. അപ്പോൾ ആടിന് തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ട്. ഈ പുതിയ കൂടിൻ്റെ അടുത്ത് കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ പഴയ കൂട്. അപ്പം ഈ കാലപ്പഴക്കം വന്നുകൊണ്ട് തന്നെ മരത്തിൻ്റെ ഇടയിലൊക്കെ നല്ല ഗ്യാപ്പുകളായി. ഇപ്പോൾ കാലൊക്കെ വെക്കുമ്പം കാലൊക്കെ ആടിൻ്റെ അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ തുടങ്ങി. പിന്നെ ആടിൻ്റെ എണ്ണം കൂടി, എന്നാൽ സ്ഥലമില്ലാതെ വന്നപ്പോൾ ഒരു വാഗൺ ട്രാജഡി പോലെയായി ആട്ടുംകൂട്. ആൾക്ക് നിൽക്കാനും സ്ഥലമില്ല, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായി. അപ്പോൾ ഈ രാത്രി സമയത്താണ് ഇവർ കൂടുതൽ സമയം ഉണ്ടാവുക. അപ്പോഴാണ് പ്രശ്നങ്ങളും ഉണ്ടാവുക. അപ്പോൾ കാലവിടെ കുടുങ്ങലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവിടുന്ന് കരയും. അപ്പോൾ പിന്നെ ഇവിടുന്ന് അമ്മ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോവും. അങ്ങനെ ഒരു ഉറക്കം കിടന്ന പ്രശ്നമായിട്ട് ഇത് വന്നപ്പോഴാണ് പുതിയൊരു കൂട് എന്ന ചിന്ത ഉയർന്നു വന്നത്. അപ്പോൾ ഈ ആട്ടിൻകൂട് നിർമ്മിക്കാനുള്ള ഒരു മെയിൻ പ്രചോദനം അത് തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ ഇനി നമുക്കിതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. 6 mm ഷീറ്റ് മെഷ് കൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് അത് കവർ ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഫ്ലോറിൽ നമ്മൾ ആ പച്ച കളറിൽ യൂസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്ലാസ്റ്റിക് മാറ്റാണ്. അപ്പോൾ ഒരു ദിവസം അവധിയിലായിരുന്നു. അപ്പോൾ ആ ദിവസമാണ് മൂപ്പര് പെയിൻറ്റ് അടിക്കുകയാണ് അവിടെ. മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പിന്നെ മൂപ്പരെന്നൊക്കെ പറയുന്നത് ഒരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നാവിൽ വരുമ്പോൾ പിന്നെ അത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പറയാൻ വിട്ടു ഒരു കാര്യം, ഞങ്ങൾ ഈ കൂട് ഉണ്ടാക്കിയത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കാർഷിക വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു പദ്ധതി പ്രകാരമാണ്, ഫാം പ്ലാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് പ്രകാരം നമുക്ക് അവർ സബ്സിഡി പ്രൊവൈഡ് ചെയ്യും. ഒരു 10,000 രൂപയുടെ അടുത്താണ് അറൗണ്ട് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കി വന്നപ്പം സത്യത്തിൽ സംഭവിച്ചത് ഒരു 40,000 അറൗണ്ട് ഞങ്ങൾക്ക് എക്സ്പെൻസായി. കാരണം ഞങ്ങൾ കുറച്ച് എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി എന്ന് പറയാം, കുറച്ച് വിശദീകരിച്ച് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ വിശദീകരണം കുറച്ച് കൂടിയപ്പം ചെറുതായിട്ട് പോക്കറ്റും കാലിയായി. പിന്നെ ഈ പച്ച കളറുള്ള മാറ്റിന് ഒരു ഗുണം കൂടിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹോൾസ് ആയതുകൊണ്ട് തന്നെ ആടുകളെ വിസർജ്യവും കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ മണ്ണിലേക്ക് എത്തിക്കോളും. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യുമ്പം അത്തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ആടിൻ്റെ കാര്യത്തിൽ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് ക്ലീനിങ് പർപ്പസും കാര്യങ്ങളും കുറച്ചുകൂടി എളുപ്പമാക്കാൻ ഈ ഒരു ഷീറ്റോ അല്ലെങ്കിൽ ഈ ഒരു മാറ്റ് കൊണ്ട് പറ്റി. വർക്കൊക്കെ ഫിനിഷായിട്ട് ആട്ടും കൂടെ അപ്പം അങ്ങനെ സെറ്റായി. അങ്ങനെ ആടുകളൊക്കെ കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക്. മുമ്പ് ഒന്ന് നീങ്ങുമ്പോഴോ നിരങ്ങുമ്പോഴോ അടുത്ത ആളെ തട്ട് വീഴുന്നു. ഇപ്പം അവർക്ക് എങ്ങനെ ഓടിക്കളിക്കാം, ചാടിക്കളിക്കാം. ഒരു പാർക്കിൽ തുറന്നു വിട്ട കുട്ടികളുടെ ഫീലിംഗ് എങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു ആദ്യമായിട്ട് ആ കൂട്ടിലേക്ക് വിട്ടപ്പോൾ ഈ ആടുകൾ കളിച്ചത്. അപ്പോൾ അവരുടെ പുതിയ വാസസ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടട്ടെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.